നമസ്കാരം. ജോജു ജോർജ്. ജോജു ജോർജ് എന്ന് പറഞ്ഞ നടൻ എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള നടന്മാരിൽ ഒരാളാണ്. പ്രധാനമായിട്ടും ഇപ്പോഴുള്ള ഈ യൂത്ത് ഐക്കൺസിൻ്റെ ഒരു കാറ്റഗറിയിലല്ല ഞാനൊരിക്കലും ജോജു ജോർജ് എന്ന് പറഞ്ഞ നടനെ ഇഷ്ടപ്പെടുന്നത്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാം അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള നടന്മാർ, അല്ലെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, അതിനുശേഷം എനിക്ക് തോന്നിയൊരു നടനാണ് ജോജു ജോർജ്. അതിൻ്റെ ഒപ്പമൊക്കെ ബിജു മേനനും ആ കാറ്റഗറിയിലൊക്കെ വരുന്നതാണ്. പക്ഷേ അതിനേക്കാൾ മേലെ എനിക്ക് ഈ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ അതിൻ്റെ ആ കാറ്റഗറിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ജോജു ജോർജ്. ബാക്കി ഈ യൂത്ത് നടന്മാരിൽ ഫഹദുണ്ട്, ദുൽഖറുണ്ട്, പൃഥ്വിരാജ്, അങ്ങനെ ഒത്തിരി നടന്മാരുണ്ടെങ്കിൽ പോലും ടോവിനോയൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ പോലും അതിനേക്കാളും മേലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപം കൊണ്ടും ആ ഒരു പ്രായം കൊണ്ടും അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലെ ഒരു നടന്മാരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു നടനാണ് ജോജു ജോർജ്. പുള്ളി ശരിക്കും കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഉറപ്പാണ് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ ജോജു അങ്ങനെയുള്ള ആ ഒരു ശ്രേണി ചിലപ്പോൾ വന്നു പോയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാര്യം അത്രയും അസാധ്യ ടാലൻ്റുള്ള സ്കില്ലുള്ള ഒരു നടനാണ് ജോജു ജോർജ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പുള്ളി ചെയ്തിരിക്കുന്ന ഏത് റോളും അങ്ങനത്തതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമലഹാസൻ പറഞ്ഞൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. நீங்க வந்து நான் பொறாமைப்படும் நடிகர்களில் ஒருவர். ഇതല്ലാണ്ട് പുള്ളി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്ത ഒത്തിരി സിനിമകളുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പുള്ളി ജോസഫിലൂടെ ഒരു ഹീറോയുടെ പരിവേഷത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആൾ ഒത്തിരി വർഷമായിട്ട് മലയാള സിനിമയിലെ പല വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒത്തിരി പുള്ളി നടന്നിട്ടുണ്ട്. ഞാൻ ഈ പുള്ളിനെ ആദ്യം ഒരു പ്രാവശ്യം കാണുന്നത് കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ രാവിലെ ബീച്ചിൽ നടക്കാൻ പോകും. ജോഗിങ്ങിന് അവിടെയാണ് പോകുന്നത്. അന്ന് കോഴിക്കോട് ബീച്ചിൽ രാവിലെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരാൾ ഒരു കാഷായ വസ്ത്രം, ഒരു സന്യാസി വേഷം ധരിച്ച് ഒരു സഞ്ചിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അപ്പോൾ അവിടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പുള്ളി ചായ കുടിക്കാൻ നിൽക്കുവാണ്. എനിക്കത് പുറമേ നിന്ന് തന്നെ മനസ്സിലായി ജോർജാണെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. കാര്യം നമ്മൾ ഈ പുള്ളിനെ കണ്ടിട്ടുണ്ട്, സിനിമയിൽ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ആളാണ്. പ്രത്യേകിച്ച് ഞാൻ 1983 എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒത്തിരി ഞാൻ ജോജുവിൻ്റെ ഇഷ്ടപ്പെട്ടൊരു വേഷം കൂടിയാണത്. അതേപോലെ മറ്റേ കുട്ടനാട് വെച്ചെടുത്ത സിനിമയുണ്ട് കുഞ്ചാക്കോവിൻ്റെ ആടുകോപനൊക്കെ ആയിട്ട് വരുന്നത്. ആ പടത്തിലും പുള്ളീനെ ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോജു ജോർജിനെ ഏത് രീതിക്ക് എവിടെ നിന്ന് കണ്ടാലും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത്രത്തോളം നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതെ. അപ്പോൾ ഞാനിങ്ങനെ ഈ പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് ചായ കുടിക്കുന്നു, ഷൂട്ടിംഗ് ഇല്ലാത്ത സമയമാണ്. ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പുള്ളിനെ ജോജു ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ജോജു ചേട്ടാന്ന് വിളിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് 1983 ആ പയ്യൻ സ്ട്രൈറ്റ് ഡ്രൈവ് ഷോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അതിശയപ്പെട്ട് നോക്കണ പോലെ പുള്ളി എന്നെ നോക്കിയിട്ടുണ്ട്. ഇത് ആരാടാ എന്നെ പറയുന്നു നീ എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വിളിച്ചെന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ജോജു ജോർജ്. എനിക്കങ്ങനെയാണ് ജോജു ജോർജ്. ഒത്തിരി ഏത് അറ്റം വരെയും താഴ്ന്നു നിന്ന് ചെയ്തിട്ടുള്ള വളർന്നു വന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളിക്ക് സിനിമയുടെ എല്ലാ മേഖലകളും പുള്ളിക്ക് പരിചയമാണ്. പുള്ളിയുടെ ഉള്ളിൽ അതേപോലെ സിനിമയുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പണി എന്ന് പറഞ്ഞ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയായിരിക്കാം. പുള്ളി വെറും ഒരു ആക്ടർ മാത്രമല്ല, അത്രത്തോളം ഉള്ളിൽ സിനിമയുള്ള അതേപോലെ എക്സ്പീരിയൻസ് സിനിമാ ഫീൽഡിൽ അലഞ്ഞു തിരിഞ്ഞ് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ നടന്ന് കഷ്ടപ്പെട്ട് വന്ന ഞാനൊരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ടടാ എന്ന് വിളിച്ച് പറയത്തക്ക എക്സ്പീരിയൻസ് സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ജോജു ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങളൊന്നും കുറവല്ല, അത് അർഹതപ്പെട്ട് തന്നെയാണ്. കമലഹാസൻ പറഞ്ഞത് ഒട്ടും വെറുതെ അല്ല. കാര്യം കമലഹാസൻ ഇതിനകത്ത് മൊത്തത്തിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ആ വീഡിയോ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ആ വീഡിയോയിൽ മൊത്തം പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി ഏറ്റവും കൂടുതൽ അറിയാലോ ഉലഹനായകനാണ്, ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ചിട്ടുള്ള വ്യക്തിയാണ്. 5 നാഷണൽ അവാർഡുണ്ട്. ഈ നാഷണൽ അവാർഡ് മേടിച്ചിരിക്കുന്നതെല്ലാം പുള്ളി ഒരു വേഷം, സാധാരണ ഒരു സിംഗിൾ വേഷത്തിലല്ല വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭരതത്തിൽ ലാലേട്ടൻ വാങ്ങിച്ച പോലെ അല്ലെങ്കിൽ പൊന്തമ്മയുടെ കയർത്ത് മമ്മൂക്ക വാങ്ങിച്ച പോലെ ഒരു ചെറിയ റോൾ ചെയ്തിട്ടല്ല പുള്ളിക്ക് ഇതൊന്നും കിട്ടിയിരിക്കുന്നത്. പുള്ളി അതേപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് പുള്ളി ഡബിൾ റോൾ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ട്രിപ്പിൾ റോൾ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് പുള്ളി രൂപവും ഭാവവും മൊത്തം മാറ്റി വികലാംഗനായിട്ടും അതൊക്കെ പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള ഒരു മേക്കപ്പിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെതായ ഹെൽപ്പേഴ്സിൻ്റെയൊക്കെ സഹായമില്ലാണ്ട് പുള്ളി സ്വന്തമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പല രീതിയിൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടാണ് പുള്ളിനെ ഉലഹനായ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി അതൊക്കെ ചെയ്ത് ഒരു മൂക്കിലായാലും മൂക്കിൻ്റെ വ്യത്യാസം വരുത്തിയായാലും ചെവിയുടെ വ്യത്യാസം വരുത്തിയായാലും മുഖത്തിൻ്റെ ഷേപ്പും ഇങ്ങനെ കോടിപ്പിടിപ്പിച്ച് ഡയലോഗുകൾ പറഞ്ഞാലും അങ്ങനെ രൂപത്തിൽ വരെ പുള്ളി മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുള്ളി അത്രയും വേഷങ്ങൾ നന്നായിട്ട് ചെയ്തത്.
ഓക്കെ, അതും പുള്ളി ഏത് സമയത്താണ് സിനിമയിൽ വന്ന് എത്രയോ കാലത്തിന് ശേഷമാണ് പുള്ളി അതൊക്കെ ചെയ്തത്. ജോജു സിനിമയിൽ വന്ന് ഉടനെ ചെയ്തെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ജോജു ഉടനെയൊന്നും അല്ല, ജോജു കുറേ നാൾ സിനിമ ഫീൽഡിൽ ഉണ്ടായിരുന്നു. അത് പുള്ളി അറിയാണ്ട് പറഞ്ഞാണെന്ന് അറിയില്ല. മെയിൻ വേഷങ്ങൾ ചെയ്തത് അടുത്ത കാലത്താണ്. പക്ഷേ അതിനകത്ത് ഇരട്ട എന്ന് പറഞ്ഞ സിനിമയിലെ വേഷത്തെ പറ്റിയാണ് കമലഹാസൻ പറഞ്ഞത്. ഇരട്ട എന്ന് പറഞ്ഞ ജോജു ജോർജ് ചെയ്ത ആ വേഷം നമുക്ക് വളരെ, അത് അന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളതിന് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയേണ്ടത്, ഒരേ വേഷം, ഒരു ഭാവമാറ്റോ ഡ്രസ് കോഡ് മാറ്റോ ഒരു പരിപാടിയില്ല, ബോഡി ലാംഗ്വേജിൻ്റെ ഒരു വ്യത്യസ്തത ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആ കൊടുക്കുന്ന ഡയലോഗിൽ എന്താ പറയുക, ഡയലോഗ് പ്രസൻറ്റേഷനിൽ പോലും വ്യത്യാസമില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ വരുന്ന ഭാവങ്ങൾ വ്യത്യാസം, അതിൽ വരുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇരട്ടകളായിട്ടുള്ള ഒരു അനുജന്മാരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ പുള്ളി അത് വളരെ സൂക്ഷ്മമായിട്ട് വളരെ സെറ്റിലായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്തു, അഭിനയിച്ച് വലിപ്പിച്ചു എന്ന് പറയുന്നത് അതൊരു അഭിനയമായിട്ട് ഒരിക്കലും തോന്നത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കറക്റ്റായിട്ടും ജോജു ജോർജ് എന്നുള്ള രണ്ട് വ്യക്തികൾ നിന്ന് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും മൈന്യൂട്ടായിട്ട് അത്രയും ക്ലീനായിട്ട് ആ വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നണില്ല അത് വേറെ ആരെങ്കിലും ചെയ്യുമെന്ന്. ജോജു ജോർജ് ചെയ്ത പോലെ ആ വേഷം ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ ലാലേട്ടനാണ്. അതല്ലാണ്ട് ഇന്ത്യൻ സിനിമയിൽ വേറൊരാളും ആ വേഷം ചെയ്യുമെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല, അന്നേരം തോന്നിയിട്ടില്ല. കാര്യം അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരാളെ പറ്റി അനൂപ് മേനോൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുള്ളി ദേവാസുരത്തിൻ്റെ സെറ്റിൽ നിന്നും വെള്ളാനകളുടെ നാട്ടിൽ സെറ്റിലേക്ക് പോകാം, അവിടെ ചെന്ന് മീശ പിരിക്കാം. അതായത് വെറും ചെറിയൊരു മീശ പിരി കൊണ്ട് മാത്രം ക്യാരക്ടേഴ്സ് മാറ്റിയെടുക്കുന്ന ലാലേട്ടൻ്റെ ഏകദേശം അതേപോലെ തന്നെയുള്ള ഒരു പ്രകടനം തന്നെയാണ് ജോജു ജോർജ് ഇരട്ടയിൽ കാണിച്ചത്. അത് അസാധ്യമാണ്. ജോജുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രകടനങ്ങളെന്ന് പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ അതിന് കിട്ടിയ അംഗീകാരം പുള്ളി സ്റ്റേജിൽ വളരെ നല്ല രീതിയിൽ പുള്ളി അത് ഇങ്ങനെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഐ ലവ് യു എന്നൊക്കെ പറയുന്ന സീൻസ് ഉണ്ട്, അതെല്ലാവർക്കും വൈറലായിരിക്കുന്നതാണ്, അത് സെർച്ച് ചെയ്ത് കാണുന്നത് കാണാം. പക്ഷേ ഈ ഒരു കാര്യം ജോജുവിന് കിട്ടിയ ഒരു അംഗീകാരം അത് ഒട്ടും കുറവല്ല, അത് എപ്പോഴേ അർഹിച്ചിരുന്നതാണ്. പലരും പറയുന്നുണ്ട് മലയാളത്തിൻ്റെ വിജയ് സേതുപതിയാണെന്ന് ജോജു ജോർജ്. വിജയ് സേതുപതി ഏകദേശം ജോജു ജോർജിനെ പോലെ കുറേ കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന് സിനിമയുടെ പല ബാക്ക്ഗ്രൗണ്ട് മേഖലയിലും പ്രവർത്തിച്ച് സിനിമയിലെ മുൻനിരയിലേക്ക് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ തരുൺമൂർത്തിയുടെ തുടരും സിനിമയ്ക്കകത്തൊക്കെ അത് ഇയാളുടെ പാസ്റ്റും കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. വെറുതെ ഒരു ഇതായിട്ട് കാണിച്ചതല്ല, ശരിക്കും വിജയ് സേതുപതിയുടെ റിയൽ പാസ്റ്റ് അതൊക്കെ തന്നെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ആ ഒരു വളർച്ച പുള്ളിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വിജയ് സേതുപതിയേക്കാളും വളരാൻ സാധ്യതയല്ല, അല്ലെങ്കിൽ അതിനേക്കാളും സ്കില്ലുള്ള ഒരാളും കൂടിയാണ്, അല്ലെങ്കിൽ അത്ര തന്നെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും പറയുകയാണ്, എനിക്ക് അതിനേക്കാളും ടാലൻറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്, ജോജുവിലുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഹാറ്റ്സ് ഓഫ്, ഒത്തിരി സന്തോഷം ജോജു ജോർജിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയില്ല. ഇപ്പോൾ പണി 2 എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്, അത് നന്നായിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, ജോജു ചേട്ടന് കുറച്ച് വണ്ണം കൂടുതലാണ്. അപ്പോൾ ഹെൽത്തൊക്കെ ഒന്ന് നോക്കുക. കാര്യം നിങ്ങളെപ്പോലെ ആൾക്കാരെ ഒത്തിരി കാലം മലയാള സിനിമയിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്തിനെ പറ്റിയും കൂടി കുറച്ച് കോൺഷ്യസ് ആകുക. അത്രയും വലിയ വണ്ണം അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഓക്കെ, ശരി ബൈ.